ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു കോമഡി പ്ലസ് ട്രാജഡി ആയിട്ടുള്ളൊരു ഓർഡേഴ്സാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥിതി. സംഭവമൊന്നുമില്ല, ചെറുതായിട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരബദ്ധം, നാറ്റിക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പം ചെറുതായിട്ട് പൊതുവേ ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ തട്ടാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തോ തട്ടി ചെറുതായിട്ട് ക്രീമൊക്കെ പോയി. അപ്പോൾ ആ ക്രീം എന്ത് ചെയ്തു വെച്ചാൽ മൂപ്പര് അതിൽ തന്നെ വെച്ചു. അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എടുത്തിക്കില്ല എന്നുള്ളൊരിതിൽ. കേക്കിൻ്റെ തന്നെ മെറ്റീരിയലിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അപ്പം അതങ്ങോട്ട് ജസ്റ്റ് വെച്ചപ്പം ചെറുതായിട്ട് തട്ടിപ്പോയതാണ്. അങ്ങനെ ബാലൻസ് ക്രീം വേറെ ഉള്ളത് കൊണ്ട് നമ്മൾ രസപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയൊരു പാട്ട് ക്രീമിന് വേണ്ടിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമായിരുന്നല്ലോ. സോ വേറെ എക്സ്ട്രാ ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കോമഡി ഇതായിരുന്നു. വലുതായിട്ടുള്ള കോമഡി ഒന്നുമല്ല, ചെറുതായിട്ട്. പക്ഷേ ഞാനിങ്ങനെ എഴുതി വെക്കുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് കോൾ ചെയ്യുമ്പം പറയുന്നതായിരുന്നു. പക്ഷെ അമ്മേൻ്റെ ബാലൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പണ്ട് ഒരു ചെറിയൊരു സ്റ്റോറി കൂടെ പറയാം. പണ്ട് ഇവിടെ അങ്ങനെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ലാൻഡ് ലൈന് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അപ്പം അമ്മയ്ക്കും ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ടൈലറിങ്ങിന് പോകുമായിരുന്നു. ആ ടൈമിലൊക്കെ എന്താ വെച്ചാൽ ഇതേപോലെ കുറിപ്പ് എഴുതി വെക്കും. സ്കൂൾ വിട്ട് വന്നിട്ട് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ മീൻസ് ഫുഡ് ഇതിൻ്റെ അടുത്തുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റൈറ്റ് ചെയ്ത് വെക്കലുണ്ടായിരുന്നു. അപ്പം ഇത് എന്താ പറയുക, ഈ ഒരു റൈറ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഡേയ്സാണ് മൈൻഡിൽ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് നമുക്ക് ചെറിയൊരു ക്രിസ് ക്രോസ് കേക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ കുറേ കാലമായി നമ്മൾ ക്രിസ് ക്രോസ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ കേക്ക് 1 kg ആണ് കേക്ക് വെയിറ്റ് വരുന്നത്. നമ്മൾ പാട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അങ്ങനെ വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല ലുക്കും ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. 1 kg വെയിറ്റാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ദെൻ അവർ 2 പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പം രണ്ടും കൂടെ ഒന്നിൽ സെറ്റാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആനിവേഴ്സറീൻ്റെ ടോപ്പർ നമ്മൾ അതിൽ വെച്ചു. ദെൻ അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കളറിന് പോകുന്ന കുറച്ച് ഫ്ലവേഴ്സും കൂടെ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക, ഫോക്സ് ബോളില്ലേ, ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഫോക്സ് ബോൾ, അത് ഞാൻ ഒട്ടുമിക്കവും ഷോപ്പിൽ പോകുമ്പം നോക്കാറുണ്ട് കേട്ടോ. ഞാൻ എന്നാലും വിചാരിക്കും ഇതെങ്ങനെയാണ് കേക്കിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിൽ ഞാനങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു ഓർഡർ വന്നത്. സോ ഇതിൽ വെച്ചപ്പം കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ കൊള്ളാമല്ലേ. അങ്ങനെ പിന്നെ നമ്മളെ സിഗ്നേച്ചർ സംഭവങ്ങൾ സെറ്റാക്കി വെച്ചു. പിന്നെ മുകളിൽ കുറച്ചും കൂടി ഞാൻ ആ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം ഒരു ക്രിസ് ക്രോസ് ആയിട്ടാണല്ലോ നിൽക്കണത്. അപ്പം ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ എന്നുള്ളതിൽ. ദെൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ വെച്ചിട്ട് കേക്കിൻ്റെ പണി നമ്മൾ അവസാനിച്ചു. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ അതായിരുന്നു. ഇനിയുള്ള ട്രാജഡി കേക്ക്, അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞു തുടങ്ങാമല്ലേ. ഓർഡർ വന്ന വഴി പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിനടുത്തുള്ളൊരു ചേട്ടൻ്റെ കസിന് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പരിപാടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെലിവറി ടൈമിനനുസരിച്ച് ഓരോന്നും ബാക്കി സെറ്റിങ്സിലേക്ക് പോകണം. അത്യാവശ്യം ഒരു വലിയൊരു ഓർഡർ തന്നെയായിരുന്നു കേട്ടോ. അപ്പം വഴിയെ ഞാൻ പറയാം. അപ്പോൾ അവർക്ക് ഒരു കേക്കും ഒരു പാസ്ട്രിയും അവർക്ക് രാവിലെ 7 മണിക്ക് സെറ്റാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് എല്ലാം ഫൈനലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ, 7 മണിക്ക് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ പാസ്ട്രി ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ. പാസ്ട്രി ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 കേക്ക് അവർക്ക് അത്താണിയില്ലേ, നരുക്കുനി, അവിടേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് അവൻ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതും അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടും നമ്മൾ 1 kg ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലപോലെ ഫ്ലാറ്റ് ആക്കിയിട്ടാണ്. പിന്നെയെന്ന് പറയാൻ അത്യാവശ്യം പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെയെന്ന് പറയാൻ കേക്ക് വന്നിട്ട് ബട്ടർ സ്കോച്ചാണ്, യെല്ലോ
ഓൾ കേക്ക് ബട്ടർ സ്കോച്ചിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് അവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് അവർക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, അതും ബട്ടർ സ്കോച്ച് തന്നെയാണ്. അത് 1.5 kg. അതിലേക്ക് ഞാൻ എത്തുമ്പോൾ പറയാം. അപ്പം ഈ ഒരു കളറിലാണ് അവൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഓവർ ഡാർക്ക് ആക്കണ്ടെന്ന് വിചാരിച്ച ഒരു ലൈറ്റ് കളറിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാസ്ട്രി ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അവന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കേക്കിൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കാം. അതും നമ്മളൊരു ബോർഡർ പോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതിലാണ് റോസറ്റെ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ ഒന്ന് ആഡ് ചെയ്തു. ദെൻ ആ ഒരു റോസറ്റയിൽ കുറച്ച് ബീഡ്സും കൂടെ ഇട്ടു. നേരത്തെ നമ്മൾ ബീഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ പാസ്ട്രിയിലും ബീഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കേക്കിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ 2 കേക്ക് കേട്ടോ, അവർക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള 2 കേക്ക്. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. അവർ പിക്ക് ചെയ്ത് പോയതാണ്. പിന്നെയുള്ള ഈവനിങ്ങിലേക്കുള്ള കേക്ക് അത് നമ്മളോട് ഡെലിവറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കേക്ക് നമ്മൾ ഒരു സ്പൈഡർമാൻ തീമായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ബെൻടൺ നല്ല ഇഷ്ടമായിരുന്നു. അവരാദ്യം ഓർഡർ തന്ന ടൈമിലും അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബെൻടണിൻ്റെ എന്തെങ്കിലും ഒരു തീമിൽ ചെയ്താൽ മതി എന്നായിരുന്നു. പക്ഷേ അവന് ഭാഗ്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ അന്വേഷിച്ചു. ടോയ്സ് തന്നെയാണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ അന്വേഷിച്ചു, കിട്ടാനില്ല. സോ ടോയ് തന്നെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ സ്പൈഡർമാനിലേക്ക് നീങ്ങി. അങ്ങനെ നമ്മൾ കപ്പ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6 കപ്പ് കേക്കും പിന്നെ ഒരു 1.5 kg കേക്കും വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ പ്രിപ്പറേഷനിലേക്കാണ് നെക്സ്റ്റ്. നമ്മൾ ഓൾറെഡി കപ്പ് കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ക്രീമിൻ്റെ ഡെക്കറേഷൻ ചെയ്യുകയാണ്. ഇതിൽ അത്യാവശ്യം ആ കളറൊന്ന് ജസ്റ്റ് എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കേക്കിലേക്ക് വരുമ്പോൾ കളറ് ഭയങ്കര ഡിമ്മാണ്. പിന്നെ ഓവർ കളർ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. സോ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഓൾമോസ്റ്റ് എല്ലാം കൂടെ വന്നപ്പം ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രാജഡി വരും എന്നുള്ളത്. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു കേക്കിൻ്റെ സ്റ്റോറിയിലേക്കാണ് ഇനി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു 4 വർഷത്തിനിടയിൽ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കസ്റ്റമർ സൈഡ് അത് എന്താ പറയുക, ഭയങ്കര കംഫർട്ടായിരുന്നു, സപ്പോർട്ടീവ് ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് എന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് പോവുകയെന്ന് പറയും പോലെ പോവായിരുന്നു സംഭവം. ഞാൻ എന്താ പറയുക, ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു പണി വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 kg ആണ് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ടോളാക്കിയിട്ടാണ്, അത്യാവശ്യം നല്ലപോലെ ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം കേക്കെല്ലാം സ്റ്റാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനിലേക്ക് കിടക്കാം. സ്പൈഡർമാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്പൈഡറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ താഴത്തെ ഈ ഒരു ടയറിൽ നമ്മൾ ഈ ഒരു സ്പൈഡറിൻ്റെ ഒരു വലിയൊരു പ്രിൻ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ടോപ്പത്തെ ലെയറിൽ നമ്മൾ ആ ഒരു സ്പൈഡർമാൻ്റെ ഹെഡ് മാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ലൈറ്റ് കളറിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്പൈഡേഴ്സും കൂടെ മുകളിൽ ടോപ്പിലായിട്ട് ജസ്റ്റ് സെറ്റാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ താഴെ ബോട്ടം നമ്മൾ 2 സൈഡിലും ആ സ്പൈഡറിൻ്റെ 2 സൈഡിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഫോക്സ് ബോൾ, ആ ഒരു കളറിൻ്റെ മാച്ചായിട്ട് കുറച്ച് ഫോക്സ് ബോൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലൂ, റെഡ്, ഗോൾഡന്, ബ്ലാക്ക് ആ ഒരു തീമിലാണ് കളർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ചെറിയൊരു 2 ടോയിനും കൂടെ സെറ്റാക്കാനുണ്ട്. അത് നമ്മൾ ഒരു സ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും സെയിം പൊസിഷനിലുള്ളൊരു സ്പൈഡർമാനാണ്. അപ്പോൾ ആ ടോയ് നമ്മൾ 2 സൈഡിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മീൻസ് 2 ആൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ സെറ്റാക്കി എടുത്തതാണ്. അതെന്തോ മാച്ചായിട്ട് വരുമ്പോൾ ഒരു രസം തോന്നി. സെപ്പറേറ്റ് വേറെ പൊസിഷനിലുള്ള വെക്കുമ്പം ആ ഒരു ലുക്ക് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലും സെയിം പൊസിഷനിലുള്ള കൊടുത്തു. താഴെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നിൽക്കുന്ന സ്റ്റാൻഡിങ് പൊസിഷൻ തന്നെയാണ്, പക്ഷേ ഒരു ഹാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വേറെ
പോലെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം ടോയ്സും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയായിരുന്നു കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം കേക്ക് നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടോയ്സ് മതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ടോയ്സ് മാത്രം വെക്കുമ്പോൾ ഒരു സുഖമില്ലാത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചത്. അത് നമ്മൾ കുറച്ച് ഫോക്സ് ബോളും കൂടെ ഒന്ന് ആ ഒരു പൊസിഷനിൽ ആഡ് ചെയ്തു. ദെൻ നമ്മളുടെ വെബ് അത് നമ്മൾ പ്രിൻ്റ് തന്നെയാണ്, അത് ജസ്റ്റ് ആ ഒരു പാർട്ടിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണം, ചെറുതായിട്ട് കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്കൊന്ന് എന്താ പറയുക നിറഞ്ഞു നിൽക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ടച്ച് നമ്മളുടെ ഷുഗർ ബോൾസ് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് നമ്മൾ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റിംഗ് ഞാൻ ജസ്റ്റ് അതിൽ എന്താ പറയുക ഗൂഗിളിലൊക്കെ ജസ്റ്റ് റൈറ്റിംഗ് ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ട് അങ്ങനെ റൈറ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ ഫോണ്ടൻറ്റിൽ. അപ്പോൾ എല്ലാ ടച്ചും കഴിഞ്ഞു. കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫൈനലി നമുക്ക് ചെറിയൊരു ക്യാൻഡിലും കൂടെ വെക്കാം. അവരോട് ചോദിച്ചപ്പോൾ അവർ വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അത് നമ്മൾ ചെറിയൊരു ക്യാൻഡിലും കൂടെ സെറ്റ് ചെയ്തു. ഒന്നാമത് ഈ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് എന്നെ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ കുഴപ്പമില്ല, അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 6 മണിക്കാണ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡെലിവറിയിൽ ചെറിയതായിട്ടൊരു പാളിച്ച പറ്റി. അപ്പോൾ ട്രാജഡി എന്ന് പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ. അത് ഡെലിവറി ടൈമിൽ ഞാൻ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് സെറ്റാക്കാന്നുള്ളതിൽ. പക്ഷേ കേക്ക് നമ്മളെ ചതിച്ചു ഗൈസ്. അവിടെ എത്തിയപ്പം ഞാനല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പിന്നെ അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവരെ ഓർഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ള ഓർഡർ എന്ന് പറയാൻ നമുക്ക് എവിടേക്കായിരുന്നു, പാവണ്ടൂർ സൈഡിലേക്കായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ കേക്കായിരുന്നു കേട്ടോ. നമ്മളുടെ കോളേജിലുള്ള സീനിയർ ചേച്ചി തന്നൊരു ഓർഡറായിരുന്നു അവരെ വീട്ടിനടുത്തേക്ക് വേണ്ടിയിട്ട്. അതും സ്പൈഡർമാൻ തീമിൽ തന്നെയാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ഡെക്കറേഷൻ്റെ ടൈമിൽ വീഡിയോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓണാക്കാൻ വിട്ടുപോയി, സ്വാഭാവികമാണല്ലോ. സോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ കേക്ക് വരുന്നത് ഒരു 2 kg റെഡ് വെൽവെറ്റാണ്, ടോളാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഡെലിവറി ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവമൊക്കെ സെറ്റാക്കി പാക്ക് ചെയ്ത് നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ പോയി അവിടെ എത്തി. ചെറുതായിട്ട് വീടൊന്ന് മാറിപ്പോയി, അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ കൊടുത്ത് തിരിച്ചു റിട്ടേൺ എത്തി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഫൈനൽ കേക്കിലേക്ക് വരാം. 1 kg ഓറിയോ ആയിരുന്നു, ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ 1 kg ടോളാണ്. നമ്മൾ അതിൽ അവർ കുറച്ച് ചോക്ലേറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ അയച്ചു തന്നത് തന്നെയായിരുന്നു കേട്ടോ റെഫറൻസ്. അങ്ങനെ നമ്മൾ ടോപ്പിൽ ഈ ഒരു ചോക്ലേറ്റ് ഡ്രിപ്പിങ്ങും കൂടെ കൊടുത്തു. ദെൻ നമ്മളിനി ചോക്ലേറ്റ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. അതിന് മുന്നേ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ നിൽക്കണം, എന്നാലേ അത് നല്ലപോലെ സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഈ ഒരു എന്താ പറയുക ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. അത് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാട് ക്രഷ് ആക്കിയിട്ടില്ല. ദെൻ സൈഡിൽ താഴെ ബോട്ടം നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പോലെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളോട് പറഞ്ഞ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതായിരുന്നു ചോക്ലേറ്റ്. ഒരു 3 സ്നിക്കേഴ്സും പിന്നെ ഒരു ബൗണ്ടി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളത് ഓരോന്നായിട്ട് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ 2 ഓറിയോ ബിസ്ക്കറ്റും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പർ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വമ്പൻ റിസ്ക് പിടിച്ചൊരു ടോപ്പറാണ് കേട്ടോ. ഒന്ന് തെറ്റിയാൽ അതിലുള്ള എന്താ പോവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അത്രയും പതുക്കെയാണ്, വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് അതിലുള്ള കവറൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാർട്ടിൽ ടോപ്പിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചാൽ കേട്ടോ. ആ ഒരു ടോപ്പറും കൂടി വരുമ്പം കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറി.
അങ്ങനെ പിന്നെ ലാസ്റ്റ് അവർ ഞാൻ പാക്ക് ചെയ്യാനിരിക്കുകയായിരുന്നു, അപ്പോഴാണ് പറയുന്നത് ക്യാൻഡിലും കൂടെ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതും കൂടെ വെച്ചപ്പം കേക്കിൻ്റെ ലുക്ക് ഉസാർ. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്തു, ഡെലിവറിക്ക് ഇറങ്ങുകയാണ്. ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് ഫുള്ള് കുറച്ചൊക്കെ ഡെലിവറി ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മൾ പാക്കൊക്കെ ആക്കി സെറ്റ് ചെയ്ത് ഡെലിവറി ചെയ്തു. അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കുറച്ച് കോമഡിയും കുറച്ച് ട്രാജഡിയും കുറച്ച് സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു, ടെൻഷനും എല്ലാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, ബൈ.